വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് BCom ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബിസിനസ് മാനേജ്മെന്റ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ ബിസിനസ് മാനേജ്മെന്റ് നമ്മുടെ മെയിൻ പേപ്പറാണ്. സോ നമുക്ക് പാസ്സാകാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 35 മാർക്ക് മതി ഔട്ട് ഓഫ് 100. ഈ 35 മാർക്ക് ഇന്റേണലും എക്സ്റ്റേണലും കൂട്ടി നമുക്ക് മേടിച്ചാൽ മതി. സോ ഇന്റേണലിൽ നിങ്ങൾക്ക് 20 മിനിമം ഒരു 10 മേടിക്കാൻ സാധിക്കുമെങ്കിൽ, അതിപ്പോൾ റെഗുലർ സ്റ്റുഡൻസിനാണെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതല്ല, നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ MCQ, അത് സപ്ലിമെന്ററി സ്റ്റുഡൻസ് ആണെങ്കിൽ ആദ്യം എഴുതിയ MCQന്റെ മാർക്കാണ് എടുക്കുക. വീണ്ടും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇന്റേണലിൽ നിങ്ങൾക്കൊരു മിനിമം 10 കിട്ടിയാൽ ബാലൻസ് നമുക്കൊരു 25നേക്കാൾ കൂടുതൽ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മേടിക്കാൻ ഒരു പാടുമില്ല. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും അത് പോസിബിൾ ആണ്. കാരണം എന്താണ്, പാർട്ട് എയും പാർട്ട് സിയും ഈ 2 പാർട്ടിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത് പോസിബിൾ ആണ്. ഈ 2 പാർട്ടിന്റെ പ്രത്യേകത, റിപ്പീറ്റ് ചോദ്യങ്ങളാണ് വരാ. മുഴുവൻ റിപ്പീറ്റ് ആണെന്നല്ല, ടോട്ടൽ 15 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ വരുന്നത്. സോ ഇതില് ഒരു 6 മുതൽ 7, ചിലപ്പോൾ ഒരു 7ഓ 8ഓ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിരിക്കും. ബാക്കിയുള്ളത് പുതിയ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ചെയ്തിട്ടുള്ള വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു 5-6 ചോദ്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നുള്ളതാണ്. അത് ആകെ കൂടിയിട്ട് ഒരു 10-15 ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ 10-15 ചോദ്യങ്ങൾ 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ്, ഡയറക്റ്റ് ചോദ്യങ്ങളാ. ഇത് പഠിക്കാൻ അധികം സമയം വേണ്ട. ഇത് നോക്കിയാൽ തന്നെ നമ്മൾ എന്താണ് മെജോറിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 6ഓ 7ഓ ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു 10-12 മാർക്ക് കിട്ടി. നിങ്ങൾ മുഴുവൻ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, ബട്ട് നമുക്ക് അറിയുന്നത് ഒരു 6ഓ 7ഓ ചോദ്യങ്ങളാണെങ്കിൽ അവിടെ ഒരു 10-12 മാർക്ക് കിട്ടി. സോ പാർട്ട് എയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ട് എല്ലാ പേപ്പറിലും. ഇപ്പൊ നമുക്ക് ഫയോളിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, 14 പ്രിൻസിപ്പിൾസ്. അതിലേതെങ്കിലും 1ഓ 2ഓ ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. ഇപ്പൊ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്, എസ്പിരിറ്റ് ഡീകോപ്സ് എന്താണ്, ആ 14 പ്രിൻസിപ്പിൾസിൽ ഇപ്പോൾ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിർബന്ധമായും അത് പഠിച്ചു വയ്ക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈ 2 കൺസെപ്ച്വൽ ഡിഫറൻസ് എന്താണ്, അതുപോലെ തന്നെ ഡെലഗേഷൻ എന്താണ്, കോർഡിനേഷൻ എന്താണ്, സൂപ്പർവിഷൻ എന്താണ്, ദെൻ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്താണ്, മാനേജ്മെന്റ് ബൈ എക്സംഷൻ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരാറുള്ളതാണ്. പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് എന്താണ്, ദെൻ മോട്ടിവേഷൻ തിയറീസിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ദെൻ അതിൽ തന്നെ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്താണ്, ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്താണ്, എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്താണ്, ദെൻ 5 ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, അപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ പ്ലാനിങ്ങിൽ തന്നെ ഇപ്പോൾ ടാർഗറ്റ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഗോൾസ് എന്താണ്, പ്ലാനിങ് പ്രിമൈസസ് എന്താണ്, സ്ട്രാറ്റജിക് പ്ലാൻസ് എന്താണ്, പോളിസി എന്താണ്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൈസൺ എന്താണ്, TQM എന്താണ്, ഗാമിഫിക്കേഷൻ എന്താണ്, ഫിഷ് ബോൺ ഡയഗ്രാം എന്താണ്, റാങ്ക് ഗ്യാങ് എന്താണ്. കുറച്ച് ടൈമുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ദെൻ അക്കൗണ്ടബിലിറ്റി എന്താണ്, ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്താണ്,
ദെൻ സയന്റിഫിക് മാനേജ്മെന്റിലുള്ള മെന്റൽ റെവല്യൂഷൻ എന്താണ്, ദെൻ മാൻ പവർ പ്ലാനിങ്ങിന്റെ കൺസെപ്റ്റ് എന്താണ്, സ്ട്രെസ് മാനേജ്മെന്റ് എന്താണ്, ദെൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണ്, ദെൻ കമ്മ്യൂണിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിലെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, വെർബല്, നോൺ വെർബല്, അങ്ങനെ ആ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ എത്തിക്സിന്റെ ഏരിയയിൽ നിന്ന് ബിസിനസ് എത്തിക്സ് എന്താണ്, കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, എത്തിക്സ് വാല്യൂസ് ഈ രണ്ടെണ്ണത്തിന്റെ കൺസെപ്റ്റ് എന്താണ്, ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ദെൻ പറയാൻ വിട്ടുപോയ മറ്റൊരു ചോദ്യം MIS കൺസെപ്റ്റ്, ISO സർട്ടിഫിക്കേഷൻ എന്താണ്, ദെൻ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഡിപ്പാർട്ട്മെന്റേഷൻ എന്താണ്, ആ ഒരു കൺസെപ്റ്റ്. ഇങ്ങനെ നമുക്ക് പാർട്ട് എയില് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാ. സോ ഈ കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരു 5-6 ചോദ്യങ്ങൾ എന്തായാലും കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ തന്നെ 10-12 മാർക്ക് കിട്ടിയെന്ന്. ദെൻ പിന്നെ നിങ്ങൾ പാർട്ട് സിയിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ 4 ചോദ്യങ്ങളിൽ 2 എഴുതിയാൽ മതി. സോ രണ്ടും കൂടിയിട്ട് നമുക്ക് ഒരു 10 കിട്ടിയാൽ അപ്പോൾ തന്നെ നമുക്ക് 20-25 മാർക്കിന്റെ അടുത്തായി എന്നുള്ളതാണ്. സോ SAക്ക് നമ്മൾ മിക്കതും പ്രതീക്ഷിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് 3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ മോട്ടിവേഷൻ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറും വരാറുണ്ട്. ചിലപ്പോൾ മോട്ടിവേഷൻ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഗ്രഗറുടെ മോട്ടിവേഷൻ തിയറി അങ്ങനെ ചോദിക്കാറുണ്ട്. ദെൻ പിന്നെ ലീഡർഷിപ്പിന്റെ സ്റ്റൈൽസ്, ഡിഫറെന്റ് സ്റ്റൈൽസ് ഉണ്ട്, തിയറീസ് ഉണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പിനെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റുകൾ അത് ചോദിക്കാറുണ്ട്, ലീഡർഷിപ്പിന്റെ പ്രിൻസിപ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ദെൻ പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ 3 ടോപ്പിക്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും SAക്ക് വരാറുള്ളതാണ്. പിന്നെ എത്തിക്സിന്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം അത് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. എത്തിക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്. പിന്നെ ബേസിക്സിലോട്ട് പോകുന്ന സമയത്ത് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, മറ്റു കാര്യങ്ങൾ, അതില് സയന്റിഫിക് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഫയോളിന്റെ പ്രിൻസിപ്പിൾസ്, കൂടുതൽ ഈ പറയുന്ന സയന്റിഫിക് ആയിരിക്കാൻ വരാം. അപ്പോൾ അത് സയന്റിഫിക്കിന്റെ കൂടെ തന്നെ നമ്മൾ ഫയോള് എന്തായാലും പഠിക്കണം. 2 മാർക്സിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫയോള്. അപ്പോൾ ആ ബേസിക്സ് എന്തായാലും നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ നമ്മൾ SAക്ക് 5 ഫങ്ഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ചിലപ്പോൾ ഓർഗനൈസിങ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾസ് വരാറുണ്ട്. പ്ലാനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ് മറ്റൊരു essay വരാറുള്ളതാണ്. അതുപോലെ തന്നെ കൺട്രോളിങ് എന്താണ്, അതിന്റെ സ്റ്റെപ്പുകൾ, എസെൻഷ്യൽസ് ഓഫ് ഗുഡ് കൺട്രോൾ സിസ്റ്റം ഒരു പ്രാവശ്യം വന്നുള്ള ഒരു essay ടോപ്പിക്കാണ്. ദെൻ അതല്ലാണ്ട് പുതിയ കുറച്ച് ടോപ്പിക്കുകൾ മാറി മാറി കണ്ടുവരുന്നത്, നമ്പർ 1 ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ്, ഷോർട്ട് നോട്ട് ഓൺ സ്ട്രെസ് മാനേജ്മെന്റ്. ദെൻ ഫിഷ് ബോൺ ഡയഗ്രാം, അതിനെ പറ്റിയിട്ട് ഒരു പ്രാവശ്യം SAക്ക് ചോദിച്ചിട്ടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ 3 ടോപ്പിക്ക് നമ്മൾ പിന്നെ SAക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു 2 കിട്ടും. 4 essayയിൽ 2 കിട്ടാൻ ഒരു പാടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ, ലീഡർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിലെ അതിൽ നിന്നാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സ്ട്രെസ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഫിഷ് ബോൺ ഡയഗ്രാം, അതിൽ നിന്ന് ഏതെങ്കിലും മാറി വരാറുണ്ട്. ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്, പ്ലാനിങ്ങിന്റെ ആ ഒരു ടോപ്പിക്ക്, പിന്നെ കൺട്രോളിങ്, ഇതിൽ നിന്ന് ഏതെങ്കിലും വരാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ essay മാറി മാറി കണ്ടുവരുന്നത്. സോ ഇതിൽ നിന്ന് 2 കിട്ടുക, അപ്പോൾ തന്നെ നമ്മൾ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ അവിടെ നേടിക്കഴിഞ്ഞു. ഈ പറഞ്ഞ പല ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ 5 മാർക്കിൽ കണ്ടുവരുന്നത്. പല ടോപ്പിക്കുകൾ നമുക്ക് കാണാം. ഇപ്പൊ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഡിഫറൻസ് 5 മാർക്കിൽ കാണാം. അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് 5 മാർക്കിൽ കാണാം. ഈ പറഞ്ഞ ഫിഷ് ബോൺ ഡയഗ്രാം, ഗ്യാമിഫിക്കേഷൻ, ഈ പറഞ്ഞ മോട്ടിവേഷൻ തിയറീസിലെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി, XY മെഗ്രഗറുടെ, ഇതൊക്കെ അവിടെ കാണാം. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ് ഇതവിടെ കാണാം. ഡെലഗേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, ഈ ടേമുകളൊക്കെ അവിടെ കാണാം. ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് അവിടെയും ഈ 5 മാർക്കിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഈ പറയുന്ന ബിസിനസ് എത്തിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഇവിടെ ഉണ്ടാവും. കോർപ്പറേറ്റ് ഗവർണൻസ്, CSR, ഇതൊക്കെ 5 മാർക്കിന്റെ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. കോർപ്പറേറ്റ് ഗവർണൻസ്, CSR, അതുപോലെ തന്നെ എത്തിക്സ്, ഈ 3 ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം 5 മാർക്കിന്റെ മാറി മാറി വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് എയിലും പാർട്ട് സിയിലും പറഞ്ഞ പല ടോപ്പിക്കുകൾ തന്നെ ഇപ്പൊ TQM, TPM, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന 5 മാർക്കിലും കാണാം. അപ്പോൾ നമുക്കറിയുന്ന പോലെ ഈ 5 മാർക്കിന്റെ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈസി ആയിട്ട് പാസ്സാക്കാൻ സാധിക്കും.
അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് എയും സിയും ആണ്. ദെൻ എൻറ്റയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ചോദ്യം പോലും വിടരുത്. അറിയുന്നത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും അറിയാത്തത് നമ്മുടെ ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ പുഷ്പം പോലെ പാസ്സായിരിക്കും. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.